ഹലോ ഗൈസ്, കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് കിടക്കായിരുന്നു കേട്ടോ കുക്കിംഗ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് അതിൻ്റെ സമയം എത്തിയത്. സോ ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു കുക്കിംഗ് ലോങ് വീഡിയോ ആട്ടോ. എല്ലാവരും കണ്ടിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത കേട്ടോ. നമ്മൾ കല്യാണങ്ങൾക്ക് മാത്രമല്ലേ നമ്മൾ ഈ വൈറ്റ് സോസ് പാസ്ത കഴിച്ചിട്ടുള്ളൂ. വീട്ടിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റണേന്ന് നമുക്ക് നോക്കിയാലോ. സിമ്പിൾ റെസിപ്പി ആട്ടോ. എല്ലാവരും ഫുൾ വീഡിയോ കാണുക കേട്ടോ. ഞാനിവിടെ കുറച്ച് പാസ്ത ആയിട്ട് എടുത്തത്, കാരണം എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷണമാണിത്. എങ്ങനെയാകുമെന്ന് അറിയില്ലല്ലോ, വിജയിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാട്ടോ മുഴുവൻ എടുക്കാത്തത്. കാരണം മുഴുവൻ എടുത്ത് കോളായി പോയി കഴിഞ്ഞാൽ അത് ഫുൾ കളഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ആദ്യം തന്നെ പാസ്ത വെള്ളത്തിലിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. വേണ്ടേ പാസ്ത മുങ്ങി കിടക്കണ രീതിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ എണ്ണ ഒഴിക്കണം കേട്ടോ. ഇത് നന്നായി സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാട്ടോ എണ്ണ ഒഴിക്കണേ. സാധാ എണ്ണയല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു സ്റ്റിക്ക്നെസ് നന്നായി കിട്ടുള്ളൂ. നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഇളക്കിയൊക്കെ ഇടയ്ക്ക് കൊടുക്കുക. എന്നിട്ട് വെന്തോന്ന് നോക്കണേ. വെന്തോന്ന് നോക്കാൻ ഇത് ജസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് പീച്ച് നോക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അന്നേരം വെന്തോന്ന് നമുക്ക് അറിയാൻ പറ്റൂ കേട്ടോ. നമ്മുടെ ഇവിടെ കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അവിടെ വെച്ചേക്കുവാണ്. ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിന് വേണ്ടി വേണ്ടത് ഗാർലിക്കും ഓണിയനും ക്യാരറ്റും ആട്ടോ. ഓണിയൻ എനിക്ക് പാകത്തിന് അനുസരിച്ചാണ് ഞാൻ എടുത്തേക്കണത്. ഗാർലിക്ക് ഒരു 2-3 എണ്ണമൊക്കെ ആട്ടോ എടുത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് കുഞ്ഞിതായിട്ട് എല്ലാം അരിഞ്ഞു കൊടുത്തിട്ട് നന്നായി ബോയിൽ ചെയ്തെടുത്ത പാസ്ത നമുക്ക് വെള്ളം ഊറ്റാൻ വേണ്ടിയത് ഈ പാത്രം വെച്ച് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ. എണ്ണയിലിട്ട് നന്നായി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഓണിയനും ക്യാരറ്റും ഗാർലിക്കും കൂടി നന്നായി ഇട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അധികം ബ്രൗൺ കളർ ആക്കേണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ചെറിയൊരു വാട്ടം വരുമ്പോഴേക്കും എടുക്കാവേ. ചീഞ്ചട്ടി കൈ വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കി ചൂടായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായിട്ടാണ് നമ്മുടെ ഓണിയനും ക്യാരറ്റും പിന്നെ ഗാർലിക്കും അരിഞ്ഞു വെച്ചതങ്ങ് ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുക കേട്ടോ. ചെറിയൊരു ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യത്തിന് പെപ്പർ പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വൈറ്റ് സോസ് പാസ്തയുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുക കേട്ടോ. അതിന് വേണ്ടത് ഞാൻ നെയ്യാട്ടോ എടുത്തേക്കണം. ശരിക്കും ബട്ടറാണ് വേണ്ടത്, ഞാൻ നെയ്യാണ് എടുത്തത്. പിന്നെ 1 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 മാത്രം മതി കേട്ടോ നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി.
പിന്നെ അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂൺ മൈദ അതിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോഴേക്കും കുറച്ച് പാൽ, ഫുള്ളായിട്ട് പാൽ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, കാരണം അത് വെക്കം കുറുകി പോവും. അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു കൺസിസ്റ്റൻസി എത്തണവരെ നമുക്ക് ഇളക്കി കൊടുക്കണേ. ഇതിനോടൊപ്പം കുറച്ച് പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ. നേരത്തെ വറുത്തെടുത്താൽ നമ്മുടെ ഓണിയനും ക്യാരറ്റും പിന്നെ ഗാർലിക്കും കൂടി നമുക്ക് വറുത്ത് കോഴി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് സൈഡിൽ മാറ്റി വെച്ചോ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് അത്യാവശ്യം റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ച പാസ്ത അതിട്ട് ഇടാം കേട്ടോ. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച വെജീസും അതിട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. പെപ്പറിൻ്റെ നല്ലൊരു കവറിങ് ഉള്ളതുകൊണ്ടാട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത്. സംഭവം ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. സത്യം പറയാമല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അടിപൊളിയായിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടോ. ഞാൻ കല്യാണത്തിന് മാത്രമാണ് ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലും ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് ഇപ്പം അറിഞ്ഞു. സോ എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെയൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ.